ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിസ്ബുല്ല പുലർത്തുന്ന നിശബ്ദതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇന്ന് ലബനനിൽ നിന്നും പുതിയ വാർത്തകൾ വരികയാണ്. തെക്കൻ ലബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് 3 റോക്കറ്റുകൾ പതിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. 5ഓളം റോക്കറ്റുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഈ സൗത്ത് ലബനനിൽ നിന്നും പോവുകയും അതിൽ 3ഓളം റോക്കറ്റുകൾ ലക്ഷ്യം കാണുകയും ചെയ്തതായാണ് വിവരം. ഹിസ്ബുല്ല ഇതിന്റെ ഔദ്യോഗിക ഉത്തരവാദിത്വം ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇതിനു പിന്നിൽ ഹിസ്ബുല്ല തന്നെയാകാമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും 3 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗസയിൽ നിന്നും മാത്രമല്ല ലബനനിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് സമാധാന ഉടമ്പടികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 3 മാസത്തോളമായി ലബനൻ ഇസ്രായേൽ അതിർത്തികൾ ശാന്തമായിരുന്നു. പക്ഷേ ഇതിൽ ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. അതിനുശേഷം ഇസ്രായേലിന്റെ IDFന്റെ വലിയ വ്യോമാക്രമണമാണ് ഈ ഒരു മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ലെബനനിലെ പാർപ്പിട സമുച്ചയങ്ങളെ ലക്ഷ്യമാക്കി, ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വലിയ രീതിയിലുള്ള ബോംബിംഗ് ആണ് ഇസ്രായേൽ ബോംബർ വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു സംഘർഷമുഖത്ത് വീണ്ടും ലബനനും ഉൾപ്പെടുന്നു എന്നും ഹിസ്ബുല്ല ഉൾപ്പെടുന്നു എന്നുമാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. നേരത്തെ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹിസ്ബുല്ല നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്രയും ദിവസം നിശബ്ദരായി തുടരുകയായിരുന്നു. അതായത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇത്രയും ദിവസത്തിനിടയിൽ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാവുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം സൗത്ത് ലെബനനിലെ ഈ ഹിസ്ബുല്ല ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ റോക്കറ്റുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്നിരിക്കുന്നത് എന്നാണ്. ഇതിന് തിരിച്ചടിയായിട്ടാണ് IDF വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും കളം മാറുകയാണ്. അതായത് ഹിസ്ബുല്ല വീണ്ടും ഇതിലേക്ക് രംഗത്തിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഗസയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഹസൻ നസ്രുള്ള എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഒരു നിശബ്ദത ഇപ്പോൾ ഹിസ്ബുല്ല ഭേദിച്ചിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും സംഘർഷമുഖത്ത് യമനിലെ അൻസാറുള്ള, ഫലസ്തീനിലെ ഹമാസ്, അതിനുശേഷം ഇപ്പോൾ ലബനനിൽ നിന്നും ഹിസ്ബുല്ല കൂടി ഉൾപ്പെടുകയാണ്. ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇറാനുമായി ബന്ധപ്പെട്ടാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഈ ഒരു മേഖലയിലുള്ള എല്ലാ പ്രതിരോധ പ്രസ്ഥാനങ്ങളും രംഗത്ത് വരണമെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ലബനനിൽ നിന്നും ഇത്തരം ഒരു ആക്രമണം ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നടന്നിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതായത് വീണ്ടും ഹിസ്ബുല്ല കളത്തിൽ ഇറങ്ങുകയാണ് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ, ബോംബിങ്ങുകൾ, ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഏക ക്യാൻസർ ആശുപത്രിയെ അടക്കം തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആക്രമണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഗസയിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ, അതായത് സമാധാന ഉടമ്പടികൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഇസ്രായേൽ തുടരുന്ന നരനായാട്ടിനെതിരെ ലബനനിലെ അതിർത്തികൾ കൂടി കലുഷിതമാവുകയാണ് എന്ന് വേണം കരുതാൻ. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ യമനിലെ അൻസാറുള്ള നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കൂടെ ലബനനിൽ നിന്നും ഇനി മുതൽ പ്രതിരോധങ്ങൾ ഉണ്ടാവുമെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ നിലവിൽ വളരെ വലിയ ലക്ഷ്യങ്ങളോട് കൂടി ഇസ്രായേൽ തുടങ്ങി വെച്ച ഈ ആക്രമണങ്ങൾ എന്നുള്ളത് അത് മറ്റുള്ള മേഖലകളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സിറിയൻ അതിർത്തി മേഖലകളിലും ഇറാഖിന്റെ ചില മേഖലകളിലും ഇസ്രായേൽ
ആക്രമണം നടത്തിയതായിട്ടും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഒരു മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ, പശ്ചിമേഷ്യയെ ഒന്നാകെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു നടപടികൾക്കാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്കയും കൂടെ ഇസ്രായേലും ചേർന്നുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. കൃത്യമായിട്ട് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് കടന്നതെന്ന് വേണം വ്യക്തമാക്കാൻ. ഇതിനിടയിൽ ഹമാസ് അവരുടെ കയ്യിലുള്ള 2 ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ ബന്ദി കൈമാറ്റ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കൈമാറിയ ഒരു ബന്ദിയുടെ കൂടെയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരന്റെ ദൃശ്യങ്ങളാണ്. ഈ ആക്രമണങ്ങൾ നിർത്തണമെന്നും സമാധാന ശ്രമങ്ങൾ നടത്തണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആ വീഡിയോയിൽ അദ്ദേഹം ഇസ്രായേലിനോട് പറയുന്നത്. അതിനെ തുടർന്ന് ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ തീരുമാനങ്ങൾക്കെതിരെ വളരെ വലിയ പ്രതിഷേധങ്ങൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിൽ തുടരുന്നുണ്ട്. ഈ ഒരു ബന്ദികളുടെ ജീവനപകടത്തിലാക്കുന്ന ആക്രമണങ്ങളെ ഒരു രീതിയിലും അനുകൂലിക്കാൻ കഴിയില്ല എന്നും സമാധാന ശ്രമങ്ങളാണ് തുടരേണ്ടതുമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത്. അതായത് ഇപ്പോൾ മൊത്തത്തിൽ വീണ്ടും കലുഷിതമായ സാഹചര്യത്തിൽ ഈ സൗത്ത് ലെബനനിലടക്കം ഇനി വീണ്ടും സംഘർഷമുഖം രൂപപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നിന്നും ഈ ഒരു സെറ്റിൽമെന്റ് കോളനികളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രായേലികൾ ശ്രമിച്ചിട്ടുള്ള അവരുടെ അഭയാർത്ഥികളായിരുന്ന ആളുകളെ വീണ്ടും മാറ്റേണ്ടി വരുന്ന സാഹചര്യമാണ് വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മാസങ്ങളോളം അവിടെ ഉണ്ടായിരുന്ന ജനജീവിതം, സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. അവിടെ നിന്നും, അതിർത്തി മേഖലയിൽ നിന്നും അവരെ ഇസ്രായേലിന് അവരുടെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ സൗത്ത് ലെബനനിലെ കേന്ദ്രീകരിച്ച് ഇസ്രായേലുമായിട്ട് ഒരു സംഘർഷമുഖം രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ആ ഒരു മേഖലയിൽ സാധാരണക്കാരായ ജനജീവിത ദുസ്സഹമായ സാഹചര്യം കൂടി രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവും വരും ദിവസങ്ങളിൽ ഇസ്രായേലിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നിലവിലുള്ള സാമൂഹിക പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും മുമ്പോട്ട് പോകുമ്പോൾ ചെങ്കടലിൽ ഹൂത്തികളുടെ പ്രതിരോധവും ഗസയിൽ നിന്നും ഹമാസിന്റെ പ്രതിരോധവും ഇപ്പോൾ ലബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ പ്രതിരോധങ്ങൾക്ക് കൂടി തുടക്കം കുറിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പഴയതുപോലെയുള്ള ഒരു സംഘർഷമുഖം ഈ ഒരു മേഖലയിൽ രൂപപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇത്രയും ദിവസം ഗസയെ ലക്ഷ്യമാക്കി മാത്രം മുൻനിർത്തി ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ ഇപ്പോൾ മറ്റു ലക്ഷ്യങ്ങൾ കൂടി അവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ലബനനുമായി ബന്ധപ്പെട്ടാണ്, യമനുമായി ബന്ധപ്പെട്ടാണ്, ഇറാഖുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഈ മേഖലയൊന്നാകെ യുദ്ധത്തിന്റെ കെടുതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയിട്ട് കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മേഖലയിൽ സമാധാനമുണ്ടാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വമുള്ള അമേരിക്ക എല്ലാ രീതിയിലും ഈ ആക്രമണങ്ങളെ പിന്തുണക്കുന്ന സമീപനമാണ് ഇസ്രായേലിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ ഒന്നാകെ പിടിച്ചു കുലുക്കുന്ന നിലവിലുള്ള സമാനമായ സംഘർഷ സാഹചര്യം എന്നുള്ളത് വരും ദിവസങ്ങളിൽ അതികഠിനമാവാൻ തന്നെയാണ് സാധ്യത. ഹിസ്ബുള്ള കൂടി രംഗത്തിറങ്ങിയാൽ കൂടുതൽ സൗകര്യങ്ങളുള്ള, കൂടുതൽ വലിയ രീതിയിലുള്ള ഇസ്രായേലിന് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഇസ്രായേലിന്റെ തെൽ അവീവിനെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഹമാസിന്റെ ചെറുത്തുനിൽപ്പുകളാണ് നടക്കുന്നുള്ളത്. ഇതിനിടയിൽ തെക്കൻ ലെബനിൽ നിന്നും കൂടി പ്രതിരോധ ശബ്ദങ്ങൾ ഉയരുന്നതോടുകൂടി, പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതോടുകൂടി ഇസ്രായേലിന് വീണ്ടും തലവേദനകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മേഖലയെ ഒന്നാകെ വലിയ രീതിയിലുള്ള യുദ്ധങ്ങളിലേക്ക് തള്ളിവിടാനുള്ള സാഹചര്യമാണ് ഇസ്രായേൽ ഈ ഗസ ആക്രമണത്തിലൂടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതായത് വീണ്ടും കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു യുദ്ധമുഖം രൂപപ്പെടുകയാണ്. തീർച്ചയായും ഇസ്രായേൽ എന്നുള്ള രാജ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ, ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാവുന്ന പശ്ചാത്തലത്തിൽ, പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ
വീണ്ടും അതിസങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഏറ്റവും നിലവിലുള്ള സാഹചര്യത്തിൽ ക്രൂരനായ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആക്രമണ സ്വഭാവം പ്രവണത കാണിക്കുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും അതിനെ പിന്തുണക്കുന്ന അവിടുത്തെ തീവ്ര വലതുപക്ഷ ശക്തികളും ചേർന്നുകൊണ്ട് ഈ ഒരു മേഖലയെ ഒന്നാകെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഗസ ആക്രമണം ഈ ഒരു മേഖലയെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.